ചെമ്മീൻ സീസൺ അങ്ങോട്ട് തുടങ്ങിയാലുണ്ടല്ലോ പിന്നെ ചെമ്മീൻ കൊണ്ടിട്ടുള്ള ഒരു ആറാട്ടാണ് കേട്ടോ. 1 കിലോ ചെമ്മീൻ മേടിച്ചാൽ തന്നെ ഞാനൊരു 3-4 പ്രാവശ്യമായിട്ടാണ് അത് വെച്ച് തീർക്കുന്നത്. ഇന്നപ്പോൾ ഞാൻ കാണിക്കാൻ പോണതേ ചെമ്മീൻ ചിക്കിയത്, അല്ലെങ്കിൽ ചെമ്മീൻ തോരൻ, അല്ലെങ്കിൽ ചെമ്മീൻ പീര വെച്ചത്, എങ്ങനെ വേണമെങ്കിലും പറയാം, ആ ഒരു ഐറ്റം ഉണ്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 400 ഗ്രാം ചെമ്മീനാട്ടാ. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നേരെ കൊണ്ട് അടച്ചു വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടാ. അപ്പോഴേക്ക് ചെമ്മീൻ നല്ലോണം അങ്ങോട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. പിന്നെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ ചെമ്മീനെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മൾ ചെമ്മീനൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഇനി ഒരു മിക്സറെ ജാർ എടുത്തിട്ടേ അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് തേങ്ങയും നമ്മുടെ എരിവിനുള്ള പച്ചമുളകും ഒരു 2 കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 4-5 ചെറിയുള്ളിയും പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും ആവശ്യമുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ടേ നല്ലോണം അങ്ങോട്ട് ഒതുക്കിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ടേ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് പൊടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ ഒതുക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ തേങ്ങക്കൂട്ടൊക്കെ ഇല്ലേ, അത് അങ്ങോട്ട് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്തുണ്ടല്ലോ ഒരു മണം ഇങ്ങോട്ട് വരും. ആ ഒരു മണം മതി സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട്. ഇതിന് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെ അടച്ചു വെക്കണം കേട്ടാ. നല്ലൊരു ആവി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക, പിന്നെ അടച്ചു വെക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് നമ്മളെ ചെമ്മീൻ തോരൻ അല്ലെങ്കിൽ ചെമ്മീൻ ചിക്കിയത്. പിന്നെ നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് നമുക്ക് എന്തും പേരിട്ട് വിളിക്കാം അല്ലേ. അപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി ചെമ്മീൻ മേടിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.